ഹായ് സൂജ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നെ ഇവിടെ ആരോഗ്യമായി ഇരുത്തിയ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ഒരു സർജറി കഴിഞ്ഞുള്ള ആ 7 ദിവസം ഹോസ്പിറ്റലായിരുന്ന ജീവിതത്തെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സർജറി കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം രാവിലെ നേഴ്സ് വന്ന് പറഞ്ഞു, എഴുന്നേറ്റ് മുടി കെട്ടാൻ പറഞ്ഞു. ഒന്ന് ഓർത്ത്, നമ്മുടെ കയ്യിൽ 2 ട്യൂബ്, ഒരു ബ്രസ്റ്റിൽ കൂടി ഒരു ട്യൂബ്, കഷത്തിൽ കൂടി ഒരു ട്യൂബ്, ഒരു അക്ഷയപാത്രം, അതിനകത്ത് നമ്മൾ ഇങ്ങനെ കൈപോലും പൊക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുമ്പോൾ മുടി കെട്ടാൻ പറഞ്ഞു. എനിക്ക് പൊക്കാൻ പറ്റത്തില്ല, ഇവിടെ ഇങ്ങനെ വരെ ഇങ്ങനെ പോലും കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് കണ്ണിൽ കൂടെ ഞാൻ പോലും അറിയാതെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയധികം സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ക്യാൻസർ വന്നവർക്ക് ശരിക്കും അറിയാം, അത് അനുഭവപ്പെട്ടവർക്കറിയാം. പിറ്റേ ദിവസം ബാത്റൂമിൽ പോകാൻ പോയപ്പോഴും അതിയായ വേദനയാണ്. പിറ്റേ ദിവസം തന്നെ നമ്മൾ കുളിക്കണം. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, ആ വേദന, അക്ഷയപാത്രം ഒന്ന് അനങ്ങുമ്പം, ആ ട്യൂബ്, നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന ട്യൂബ് ഒന്ന് അനങ്ങുമ്പോൾ ഉള്ള വേദന. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതാണോ ഇനി എനിക്ക് ജീവിക്കാൻ പറ്റുമോ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലൊരു കാലം വരുമോ? അല്ലെങ്കിൽ എനിക്ക് ക്യാൻസർ കൊണ്ട് എൻ്റെ ജീവിതം തീർന്നു, എനിക്ക് നടക്കാൻ പറ്റുമോ, ഇരിക്കാൻ പറ്റുമോ, മറ്റുള്ളവരെ പോലെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ, നേരത്തെ ഉള്ളതുപോലെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? എല്ലാം പറ്റുമെന്നേ. കാരണം നമ്മളെ തന്നെ മോട്ടിവേഷൻ ചെയ്യുമ്പോൾ, നമ്മളെ തന്നെ വിശ്വസിച്ച് ഹൃദയത്തെ കൊണ്ട് ഉറപ്പിച്ച് നമ്മൾക്ക് ക്യാൻസർ ഇല്ല എന്ന് ചിന്തിച്ച്, ക്യാൻസർ വന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾക്ക് തരുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, അത് പവർഫുൾ എനർജിയാണ്. നമ്മൾക്ക് ജീവിക്കണ്ടേ? അസുഖമായിട്ടിരുന്നാൽ മതിയോ? ക്യാൻസറിൽ നിന്ന് പുറത്ത് വരണ്ടേ? അപ്പോൾ എങ്ങനെയാണ് അതിൽ നിന്ന് അതിജീവിച്ച് ഓരോ വേദനയും നമ്മുടെ ശക്തിയും ബലവുമായിട്ട്, ഓരോ കണ്ണുനീരും നമ്മുടെ നല്ലതിനു വേണ്ടി ആനന്ദത്തിൻ്റെ കണ്ണുനീരാണെന്ന് കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾക്ക് ഏറ്റവും നല്ല ജീവിതം കരസ്ഥമാക്കാൻ കഴിയുന്നത്. എനിക്ക് ക്യാൻസർ വന്നു, അതുകൊണ്ട് എൻ്റെ ജീവിതം താറുമാറായി, എനിക്കിനി മുൻപോട്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അത് നെഗറ്റീവ് ചിന്തകളാണ്. ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അവരെപ്പോഴും എനർജി പവർഫുള്ളായിട്ടിരിക്കുക, പോസിറ്റീവ് എനർജിയോട് കൂടി ഇരിക്കുക. ജീവിതത്തെ പോസിറ്റീവ് എനർജി കൊടുക്കുമ്പോൾ നമ്മൾക്ക് എല്ലാത്തിലും തരണം ചെയ്യാൻ കഴിയും. എന്നെപ്പോലെ, എന്നെ അതിശക്തമായി നിങ്ങൾ ഓരോരുത്തരും ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. വിഷമിക്കാതെ സന്തോഷമായി നമ്മളിൽ എന്താണ് കാണേണ്ടത്, എന്താണ് ചിന്തിക്കുന്നത്. ആ 7 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ പല രീതിയിലുള്ള സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നു. അത് കഴിഞ്ഞ് 7ാമത്തെ ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. അതിന് ശേഷം എന്തായിരുന്നു എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഒരു കാര്യം പറയട്ടെ, ഒരു കുഞ്ഞ് വീണ് അത് എഴുന്നേക്കാൻ ശ്രമിക്കും, അത് വീണ്ടും 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 എഴുന്നേക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെയാണ് നമ്മളും. ക്യാൻസർ വന്നു, നമ്മൾക്ക് ആ ജീവിതത്തെ അതിജീവിക്കുമ്പോൾ നമ്മൾക്ക് എല്ലാത്തിനേക്കാളും ഊർജം തരുമെന്നുള്ള വിശ്വാസവും പ്രത്യാശയും നമ്മൾക്കുണ്ടാകണം. അതാണ് ഏറ്റവും നല്ല മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സന്തോഷം കണ്ടെത്തുക, സമാധാനം കണ്ടെത്തുക. ആരും നമുക്ക് സമാധാനം തരത്തില്ല. അതുകൊണ്ട് സന്തോഷവും സമാധാനവും നമ്മൾ തന്നെ കണ്ടെത്തുക. അടുത്ത വീഡിയോസിൽ ഞാൻ ബാക്കി പറയുന്നതാണ്. അപ്പോൾ നിങ്ങളിത് കാണുന്നവരൊന്ന് ഷെയർ ചെയ്യുക, കാരണം മറ്റുള്ളവർക്ക് ഒരാശ്വാസമാകട്ടെ. നന്ദി, നമസ്കാരം.